ഫ്രഷ് ഐഡിയയുള്ള സംവിധായകർ, പുതിയ എനർജിയുള്ള തിരക്കഥാകൃത്തുക്കൾ, മൊത്തത്തിൽ വളരെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം പണ്ട് നമുക്ക് വിരലെണ്ണാം, പക്ഷേ ഇന്ന് ഒരുപാട് സമർത്ഥരായ ഇങ്ങനെ എന്താണ് പറയുന്നത്, അത്രയും എനർജിയുള്ള ചെറുപ്പക്കാരായ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒരുപാട് വന്നു കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ ഒരു പടം ചെയ്യില്ല ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു 10 പേരുടെ കൂടെ പൊരുതിനേക്കാൾ നല്ലത് 100 പേരുടെ ഒപ്പം. അപ്പോൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകും. മാത്രമല്ല നമ്മളും കൂടുതൽ കുറേ കൂടെ ശ്രദ്ധിക്കും. അത് വളരെ നല്ലതാണ്. ആ ഒരു കോമ്പറ്റീഷൻ മലയാള സിനിമയ്ക്ക് നല്ലതാണ്. കുറച്ചു കാലം മുമ്പ് നമ്മൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും എല്ലാ കുടുംബങ്ങളും കാണാൻ പോയിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, അവർ മോഹൻലാലിൻ്റെ സിനിമയാകുമ്പോൾ കാണാൻ പോകും. വേറെ താരങ്ങളുടെ നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ പോലും അവർ ഫസ്റ്റ് പ്രയോറിറ്റി മോഹൻലാൽ സിനിമകൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾക്ക് കൊടുക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അതാത് കാര്യങ്ങൾ. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ജയറാം, സുരേഷ് ഗോപി അങ്ങനത്തെ ഒരു ലെവലിലേക്കും, അതിനുശേഷം ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ അങ്ങനത്തെ ലെവലിലേക്കും, പിന്നെ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ അത് കഴിഞ്ഞിപ്പം നിവിൻ, ദുൽഖർ, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മാറ്റം എന്ന് പറയുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, നിവിൻ, ദുൽഖർ, ജയറാം, മുകേഷ്, അങ്ങനെ ആരെയും നോക്കിയിട്ടല്ല. സിനിമ നല്ലതാണെങ്കിൽ കാണും, അത് ആരുടെ ആണെങ്കിലും. അതൊരു വളരെ നല്ല മാറ്റമാണ്. കാരണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ പിന്നെ നല്ല ബാനറുകൾ, അത് പണ്ട് ബാനറുകൾ 7 Arts എന്ന് പറഞ്ഞ ബാനർ, നവോദയ എന്ന് പറഞ്ഞ ബാനർ, സെഞ്ചുറി എന്ന് പറഞ്ഞ ബാനറിലായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഇപ്പം ട്രാഫിക് ചെയ്ത ലിസ്റ്റിൻ നല്ല സിനിമകൾ മാത്രം ചെയ്ത് ആ ബാനറിനൊരു വില ഉണ്ടാക്കിയിട്ടുണ്ട്, മാജിക് ഫ്രെയിംസ്. കാരണം ഞാനിത് പറയുന്നത് ലിസ്റ്റിനോടുള്ള താല്പര്യമുള്ളതുകൊണ്ടൊന്നുമല്ല. കാരണം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ മാജിക് ഫ്രെയിംസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കയ്യടി ആ വിശ്വാസത്തിനുള്ള അവരുടെ കയ്യടിയാണ്. അപ്പോൾ അത്തരം ഇത് വീണ്ടും നല്ല ബാനറുകൾ. പക്ഷേ നാളെ ഇന്ന് എഴുതി മാജിക് ഫ്രെയിംസ് വളരെ മോശം പടം ചെയ്താൽ ജനം സ്വീകരിക്കത്തില്ല, അല്ലെ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് കണ്ണടിച്ച് പോകത്തുമില്ല. പക്ഷേ ഇന്ന് നല്ല സിനിമകൾക്കാണ്, നല്ല സിനിമകൾ വിജയിക്കും. അതിന് ബാനർ പ്രാധാന്യമില്ല, സംവിധായകൻ പ്രാധാന്യമില്ല, ഈവൻ നടന്മാർ പ്രാധാന്യമില്ല. ഇപ്പം ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ ഇതിഹാസയും വെള്ളിമൂങ്ങയും വരെ അതിന് ഉദാഹരണമാണ്. ഇപ്പം വെള്ളിമൂങ്ങയൊക്കെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സിനിമയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരു നല്ല സിനിമ, ഹാംലെസ് സിനിമ. അപ്പോൾ അതുപോലും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അത്രയും ഒരു ആരും ദോഷം പറയാത്തൊരു നല്ല സിനിമ വന്നപ്പോൾ ജനം കൈ നീട്ടി സ്വീകരിച്ചു. ഇതിഹാസ ഡിഫറെൻ്റ് ആയിട്ടൊരു തീം ഒരു പരീക്ഷിക്കാൻ അവർ കൊടുത്ത മനസ്സിന് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. 83 അതുപോലെ തന്നെ. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾക്ക് ഡയറക്ടറോ ഈ പറഞ്ഞവരും നമ്മൾ തയ്യാറായാൽ മതി. അത് പേരുള്ള സംവിധാനം ആയിക്കോട്ടെ, അല്ല നവകഥ സംവിധാനം ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ തൊഴിലിനോട് 100% ആത്മാർത്ഥത പുലർത്തുക, നമ്മളിൽ വിശ്വസിക്കുക, വിജയം അതിൻ്റെ വഴിക്ക് വരും. ട്രാഫിക് ത്രില്ല് വിജയമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിജയം ആവുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം അത് എനിക്കും അതിൻ്റെ റൈറ്റർ സഞ്ജയ്ക്കും മാത്രം ഉണ്ടായിരുന്നൊരു വിശ്വാസമാണ്. പക്ഷെ അത് നമ്മൾ കണ്ട വിജയത്തിനേക്കാൾ മുകളിലേക്ക് പോയി, ഞങ്ങൾക്കൊരു വിശ്വസിക്കാനാവാത്ത ലെവലിലേക്ക് ഉയർന്നു. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു പരാജയമാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഉറച്ച വിശ്വാസം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്ന പണിയിൽ ഞാൻ ആത്മാർത്ഥമായി ചെയ്യുകയും എനിക്കതിൽ വിശ്വാസം, ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വിജയങ്ങളെ പ്രതീക്ഷിക്കാം. പക്ഷെ എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നല്ല സിനിമകൾ പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലത് ഞാൻ വിശ്വസിക്കുന്ന സിനിമകൾ എൻ്റെ കൺമുമ്പിൽ പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുറച്ചു കാലം മുമ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് മീനത്തിൽ താലികെട്ട്. ഈ പറഞ്ഞൊരു വളരെ അതൊരു വിനോദ സിനിമയാണ് എങ്കിൽ പോലും നല്ലൊരു സത്യസന്ധതയുണ്ട്, രസം ഉണ്ടായിരുന്നു. ഇന്നും അത് DVD-യിലും മറ്റേ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എനിക്ക് അറിഞ്ഞൂടെ. അയ്യർത്തി ഗേറ്റ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്കവിടെ പ്രേക്ഷകർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നില്ല. പക്ഷെ അതിൻ്റെ പരാജയം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഗുരു എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു തീം പറഞ്ഞാണ്, നല്ല പരീക്ഷയാണ്, നല്ല തയ്യാറെടുപ്പുകളോട് വന്നൊരു സിനിമയാണ്. വർഷങ്ങളോളം രാജേന്ദ്ര സാർ, എൻ്റെ ഗുരുനാഥനായ രാജേന്ദ്ര സാർ അത്രയും പ്രിപ്പറേഷൻ കഴിഞ്ഞ് ചെയ്ത പടമാണ്. പക്ഷെ അതിൻ്റെ പരാജയമൊക്കെ സാധനം മാനസികമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല വിജയം പരാജയം എന്താണെന്ന്. ചെയ്യുന്ന ആത്മാർത്ഥതയായി ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് വളരെ സത്യസന്ധമായാണ് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് കഴിയുള്ളൂ. ഇപ്പം എല്ലാ പടവും നമ്മൾ ഇറക്കുമ്പോൾ ഇപ്പം അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹങ്ങളും സത്യങ്ങളും രണ്ടും രണ്ടാണ്. എൻ്റെ ആഗ്രഹം ഇത്
100% സക്സസ് ആവണം, എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ഏറ്റെടുക്കണം, ഇത്രയും വലിയ 100 ദിവസം റിലീസ് ചെയ്യുന്ന എല്ലാ കേന്ദ്രങ്ങളും 100 ദിവസം ഓടണം എന്ന് തന്നെയാണ് നമ്മുടെ സ്വപ്നം. സ്വപ്നങ്ങൾക്ക് പരിധിയില്ലല്ലോ. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മിലി വിജയമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. 2, മിലിയെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാം, റിവ്യൂസ് നമുക്ക് എല്ലാ റിവ്യൂസിലും മിലിയെ പറ്റി വളരെ പോസിറ്റീവാണ്. പിന്നെ സ്ത്രീകൾ ഒഴുകി തുടങ്ങി തിയേറ്ററുകളിലേക്ക്. അത് തന്നെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നൊരു ഘടകം. കാരണം സ്ത്രീകളും പെൺകുട്ടികളും കുട്ടികളും എല്ലാം ഏറ്റെടുത്തു. പക്ഷേ എന്താണ് പറയുക, ഞാൻ പ്രതീക്ഷിച്ച അതൊക്കെ തന്നെയാണ്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു കാര്യമില്ലാത്തത് എല്ലാ സെൻറ്റേഴ്സിലും ഇപ്പം ഓൾ കേരള എല്ലായിടത്തും ഒരേപോലെ ഭയങ്കരമായി ഏറ്റെടുക്കും എന്ന് കരുതി. പക്ഷേ നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഇപ്പം ചെറുപ്പക്കാരേക്കാൾ സ്ത്രീകൾക്കാണ് ഇപ്പോഴും കൂടുതൽ ഷോട്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ്. എങ്കിൽ പോലും ചെറുപ്പക്കാരും നല്ല സിനിമയുടെ കൂടെ അങ്ങനെ തന്നെ അകമഴിഞ്ഞ് നിൽക്കും. പക്ഷേ എനിക്കൊന്ന് ആ പടത്തിൻ്റെ ഇത് അവർ കുറേ കൂടെ ട്രാഫിക്കിന് ശേഷം ഒരു ട്വിസ്റ്റുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വേഗതയേറിയ സിനിമ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷേ മിലിയാണ്, ട്രാഫിക്കാണ്. എങ്കിൽ പോലും ഇപ്പം തന്നെ ഓൾറെഡി ഞങ്ങൾക്ക് കളക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹാപ്പിയാണ്, പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, നല്ല കളക്ഷൻ ഉണ്ട്. കാരണം ഇപ്പം ഈ വർഷത്തെ ഏറ്റവും ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച കളക്ഷൻ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് മിലി. അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ അഭിപ്രായത്തിലും 1ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഒരു സംവിധായകന് അതിലുപരി എന്താണ് ആഗ്രഹിക്കേണ്ടത്?